ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യമായി നമുക്ക് പതിവ് പോലെ നിഫ്റ്റി തന്നെ പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റി ഒരു 45-ലധികം പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകിയത്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് മൂവ് ചെയ്യുന്നു എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം എന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഇവിടെ 5 മിനിറ്റ് ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് കിട്ടിയത്. തുടർന്നുള്ള ക്യാൻഡിലൊന്നും ഇതിന് മുകളിലോട്ട് പോവാതെ വരുമ്പോൾ ഇവിടെ നിന്നും ഒരു സെല്ല് ജനറേറ്റ് ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തവർക്ക് പുട്ട് ഓപ്ഷൻ കിട്ടുമായിരുന്നു. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഇത്തരത്തിലൊരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ എന്നാണ് അല്ലേ. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും ഡൗണിൽ വരണം. ആ കണക്കിനാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം എന്ന് ചിന്തിച്ചവർക്ക് തീർച്ചയായും ഒരു നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഇത് അപ്പ് തന്നു, വീണ്ടും ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിലെ ഏറ്റവും ലോ എന്ന് പറയാൻ നമുക്ക് ഇത് കണക്കാക്കാം. അങ്ങനെ ഏത് ക്ലോസ് ആയ ഒരു സ്റ്റോപ്പ് ലോസ് കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ കോൾ ചെയ്യാമെന്ന് കരുതിയവർ ഈ സപ്പോർട്ടിൽ വന്ന് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ കാണിക്കുന്നെന്നോ ഫീൽ ചെയ്തവർക്ക് വീണ്ടും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റി. ഈ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ആ റിസ്ക് എടുക്കാൻ തയ്യാറായവർക്ക് തീർച്ചയായും ഇവിടെ നിന്നും നല്ല ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോഴെന്താണ്, ഇത്തരത്തിലൊരു വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ അഥവാ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് നിർത്തിക്കൊണ്ട് അപ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. ഓക്കെ, അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിച്ചേക്കാം എന്ന് കരുതാവുന്നതാണ്. അപ്പോൾ ഇതിന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല. ഇവിടെ ലഭിച്ചിരിക്കുന്ന ക്യാൻഡിൽ ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ്. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് രേഖപ്പെടുത്താനും ക്യാൻഡിലും ക്യാൻഡിൽ പാറ്റേൺസും തരുന്ന സംജ്ഞ എന്താണ് എന്ന് മനസ്സിലാക്കാനും പഠിച്ചാൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും ഇത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായും ഇതെന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. ഇവിടെയും പ്രൈസ് ഡൗൺ വന്ന് വീണ്ടും അപ്വേർഡ് ഈ സപ്പോർട്ടിൽ നിന്ന് അപ്വേർഡ് മൂവ് ചെയ്യാൻ ശ്രമിച്ചു, എന്നാൽ പുതിയ ഉയരം തരുന്നില്ല. ഡൗൺ സൈഡ് പോരുമ്പോൾ വീണ്ടും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. ഓക്കെ, ലോയ്ക്ക് അടുത്ത് വന്നു, സപ്പോർട്ടിൽ നിന്ന് വീണ്ടും റിവേഴ്സ് ആവുകയാണെന്ന് കരുതിയിട്ടുണ്ടാവാം. എന്നാലും ഒരു ട്രെൻഡ് ലൈനെങ്കിലും യൂസ് ചെയ്യുന്നവർക്ക് കൃത്യമായി കാര്യം മനസ്സിലായിട്ടുണ്ടാവാം. അപ്പോൾ പുതിയ ലോ തന്നു, ദാറ്റ് മീൻസ് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ തന്നെ ഈ സപ്പോർട്ടെല്ലാം ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് പ്രൈസ് ഡൗൺവേർഡ് ആണ് സഞ്ചരിക്കേണ്ടി വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടുന്ന് ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ സെല്ല് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആ തരത്തിൽ വീണ്ടും ഉയർച്ച കിട്ടിയപ്പോൾ സെല്ല് ചെയ്തവർക്ക് നല്ല ടാർഗറ്റുകൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഡേയ്സ് ഹൈയും ബ്രേക്ക് ചെയ്തു, ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്തു എന്നതുകൊണ്ട് നല്ല അധികം ട്രേഡേഴ്സും കൺഫ്യൂസ്ഡ് ആണ്. നിഫ്റ്റി സാധാരണയായി 10ഉം 250ഉം 230ഉം 190-ലധികവും പോയിന്റുകൾ മൂവ് ചെയ്യുന്നിടത്ത് ഇന്ന് ഇത്ര നേരം കൊണ്ട് ഈ 6.25 മണിക്കൂർ കൊണ്ട് ആകെ തന്നത് 140ഓളം പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ്. അതും വളരെ ചെറിയ ക്യാൻഡിലുകളാണ്. 5 മിനിറ്റുകൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇന്നും പ്രോഫിറ്റ് ട്രേഡ് ചെയ്തവർ പലരുമുണ്ട്, എന്നാൽ കിട്ടിയ പ്രോഫിറ്റ് ചെറുതാണ് എന്ന് മാത്രമേ ഉള്ളൂ. വലിയ റിസ്കുകളില്ലാതെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അത് ദിവസം ഇങ്ങനെ ആയതുകൊണ്ടാണ്. എന്നാൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു എങ്കിൽ രണ്ടാമത് ന്യായമായ സ്റ്റോപ്പ് ലോസിലാണ് എങ്കിൽ കൃത്യമായും നമുക്ക് അടുത്ത ഒരു ട്രേഡ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ രണ്ടാമത് ഒരു സ്റ്റോപ്പ് ലോസും കൂടെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അന്നത്തെ ട്രേഡ് വേണ്ട എന്ന് വെക്കുകയായിരിക്കാം. നമ്മളുടെ ഒരു ചിന്തയ്ക്ക് അനുസരിച്ചോ നമ്മുടെ ഒരു ഡയറക്ഷൻ അനുസരിച്ചോ അല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ട്രേഡിൽ നിന്ന് മാറി നിൽക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, പുതിയതായി കടന്നു വരുന്ന വ്യക്തികളോട് തീർച്ചയായും എനിക്ക് ഉള്ള അഭിപ്രായം എന്ന് പറയുന്നത് അവർ മോക്ക് ട്രേഡ് ചെയ്ത് ശീലിക്കണം. അവരുടെ റീഡിങ്ങുകൾ ശരിയാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെറിയ ലോട്ടുകൾ എടുത്തുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റി ഇട്ടുകൊണ്ട് അവർ റിയൽ ട്രേഡ് ചെയ്യണം. അപ്പോൾ
അത് ഒരു മാസം 3 മാസമൊക്കെ അങ്ങനെ റിയൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. ഒരു മാസത്തിൽ ഇത്ര ആഡ് ചെയ്ത ഫണ്ടിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് പ്ലസ് നേടാൻ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ പതുക്കെ മാത്രമേ ലോഡ് സൈസ് കൂട്ടാൻ പാടുള്ളൂ. അഥവാ വലിയ ലോഡ് സൈസ് ചെറിയ ഒരു വിചാരത്തിൽ ലോഡ് സൈസ് പെട്ടെന്ന് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു മൈനസ് വരുമ്പോൾ തന്നെ നിങ്ങൾ ആകെ പേടിച്ചു പോകാം, ലോസിൽ എക്സിറ്റ് ആയേക്കാം, അത് ഈ കരിയർ തന്നെ നശിപ്പിച്ചേക്കാം. പലപ്പോഴും ഇത് എനിക്ക് കിട്ടുന്ന മെസ്സേജുകളിൽ തിരിച്ചു വന്നേക്കാം എന്ന് പ്രതീക്ഷിച്ചു, അതുകൊണ്ട് വീണ്ടും ഹോൾഡ് ചെയ്തു എന്ന് പറയുന്നു. ആ തരത്തിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മാർക്കറ്റ് സഞ്ചരിക്കുകയായിരുന്നെങ്കിൽ 95% പേരും ഇതിൽ ഫെയിലാകില്ലായിരുന്നു. എന്നാൽ നമ്മുടെ വിചാരത്തിനനുസരിച്ചല്ല, ഇതിനൊക്കെ കൃത്യമായ ഒരു മൂവിങ് പാറ്റേണും കാര്യങ്ങളുമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്താലേ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. എന്നാലും എല്ലാവരും എപ്പോഴും ജയിക്കും എന്നല്ല, എന്നാൽ ആരും എപ്പോഴും തോൽക്കുന്ന ഒരവസ്ഥയിലോട്ട് പോകില്ല കാര്യങ്ങൾ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ പതിയെ നമ്മുടെ ജയിക്കുന്നതിൻ്റെ അളവ് കൂട്ടാനും പെർസെൻറ്റേജ് കൂട്ടാനും തോൽക്കുന്നത് വളരെ ലിമിറ്റഡിലാക്കി നിർത്താനും കഴിയുന്നതാണ്. ഇത്തരത്തിൽ ശ്രമിക്കുന്നതായിരിക്കും പുതിയതായി കടന്നു വന്നവർക്ക് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്ക് തീർച്ചയായും നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി നാളെ എന്തായിരിക്കാം എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് ഒന്ന് വിശദീകരിക്കാം. 22,945 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 22,793 ഇനി ലഭിക്കേണ്ട സപ്പോർട്ട് സോൺ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എങ്കിലും ഇന്നത്തെ ലോ ആയ 22,857-58 റേഞ്ച് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ ഓർ ഈ ലെവൽ ഇന്നത്തെ ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയേക്കാം. വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് മൂവ് ചെയ്യുന്നു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ പേ ചെയ്ത് സ്ട്രിക്റ്റ് ആയി ഡേയ്സ് ലോ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്ന് കരുതും. ആ തരത്തിൽ ഇതിനു മുകളിൽ ഈ ലെവലിന് 22,945 എന്നതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയാക്കാവുന്ന ഡിക്ലൈനിൽ അപ്പോൾ രണ്ടാമതായി രേഖപ്പെടുത്തിയ ലോ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുന്നു പ്രൈസ് 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണിൽ. അങ്ങനെ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു മൂവ് ലഭിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ മാത്രം വീണ്ടും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോയ്ക്ക് തൊട്ട് മുകളിലുള്ളതോ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിലായിരിക്കണം. അങ്ങനെ ഗ്രാജുവലി അപ്വേർഡ് തന്നെ കിട്ടുകയാണെങ്കിൽ ഈ ലെവലിന് മുകളിൽ വീണ്ടും നമുക്ക് 22,973 മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിലാണ് വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിക്കാം എന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അവ 22,973, 22,999 എന്ന് പറഞ്ഞാൽ 23,000, 23,046, 23,076. 23,076 സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയാണ്. ഈ ഏരിയയിൽ നിന്നും പ്രൈസ് റിവേഴ്സ് ആവുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്തതിനു ശേഷം മാത്രമേ വീണ്ടും ഹോൾഡ് ചെയ്യാവുള്ളൂ. അങ്ങനെയെങ്കിൽ ഒറ്റയടിക്ക് താഴോട്ട് പോന്നേക്കാം. അതുപോലെ തന്നെ ഇതുവരെ രേഖപ്പെടുത്തിയ 23,110 എന്ന ഹൈറ്റ് ആണ് നെക്സ്റ്റ് ടാർഗറ്റ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് വീണ്ടും 23,162 എന്ന ടാർഗറ്റും അതിന് മുകളിലോട്ടും പ്രൈസ് മൂവ് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി ഒരു പക്ഷേ ഇവിടെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ, അതല്ല ഈ ലെവലിൽ വന്നതിന് ശേഷമാണെങ്കിൽ ആ തരത്തിലൊരു ഡൗൺവേർഡ് ഡയറക്ഷൻ ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലാണ്, അതായത് ഇന്നത്തെ ലോ. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് വീണ്ടും ഡിക്ലൈൻ കിട്ടാം എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അത്തരത്തിലുള്ള പുതിയ ലോ തന്നുകൊണ്ട് പ്രൈസുകൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് 22,831, 22,793, 22,755, 22,706,
22,666, 630 എന്ന ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. സ്ക്രീനിൽ ഇപ്പോൾ ഇത് മാത്രമേ കാണത്തുള്ളൂ. ലെവലുകൾ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ലെവലുകളിലോട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ചാർട്ടിൽ രേഖപ്പെടുത്തി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. 49,306 ആണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് സോണാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 49,040 എന്ന ലെവൽ, അതായത് ഇന്നത്തെ ലോയാണ് ആദ്യത്തെ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ ഇത് അല്പം റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ 49,188 എന്ന ഒരു ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ ഓർ ഇന്നത്തെ ലോയായ ഈ സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിലും ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആയാൽ മാത്രമാണ് വീണ്ടും പ്രൈസ് ഒരു ഡിക്ലൈൻ കിട്ടുമ്പോഴും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 49,352, 392, 49,515, 588, 648, 690 എന്നീ ലെവലുകൾ. ഇനി ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ, അങ്ങനെയാണ് രാവിലത്തെ മൂവ്മെന്റിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം നമുക്കൊരു ഡയറക്ഷൻ ലഭിക്കുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോയായ 49,040 എന്ന റേഞ്ചിന് താഴെ ഈ സപ്പോർട്ടിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 48,944, 840, 738, 636, 538, 452 എന്നീ ലെവലുകൾ എല്ലാവർക്കും കാണാമെന്ന് കരുതുന്നു. കൃത്യമായും നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ചാർട്ടിൽ രേഖപ്പെടുത്തി വെക്കുക. അപ്പോൾ അടുത്തതായി സെൻസെക്സ് എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 75,397 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 74,962 ആണ് അടുത്ത പ്രധാന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിലും ഇന്നത്തെ ലോയായ 75,081 എന്ന ലെവൽ സപ്പോർട്ട് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഞാൻ ഇങ്ങനെ എപ്പോഴും പറയുന്നതിന്റെ കാരണം പ്രൈസ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതൊരു കണ്ടിന്യൂവേഷൻ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു എന്നുള്ള ഒരു ലെവലിലാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ സാധാരണയായി തയ്യാറാക്കുക. എന്നാൽ പിറ്റേ ദിവസം മാർക്കറ്റ് എവിടെ വേണമെങ്കിലും നാളെ എവിടെ വേണമെങ്കിലും ഓപ്പൺ ആവാം, ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ. അപ്പോൾ എൻ്റെ കൃത്യമായ ഒരു സപ്പോർട്ട് സോണിലോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണിലോ ആയിരിക്കാം പ്രൈസ് ഓപ്പൺ ആവുക. അപ്പോൾ ആ റെസിസ്റ്റൻസ് സപ്പോർട്ടിനോട് എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ ട്രേഡിൽ എൻ്റർ ആവുക. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ ഈ ലെവൽ, അതായത് ഇന്നത്തെ ലെവൽ ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് കരുതുന്നു. 75,491, 588, 654, 755, 872, 937 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ. ഈ 937 അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് സോണായി മാറിയേക്കാം. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ
അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഞാൻ PE ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ കൃത്യമായി ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ആയി സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എങ്കിലും അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം പ്രൈസ് വീണ്ടും ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ: 74,962, 74,882, 74,813, 557, 463, 363 എന്നീ ലെവലുകൾ. ഇവിടെ ഈ തിക്ക് ലൈനിൽ തിക്ക് ബ്ലൂ കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവയെല്ലാം സപ്പോർട്ട് സ്ട്രോങ് ആണ് എന്നാണ് ഞാൻ കണക്കാക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ നിങ്ങളും രേഖപ്പെടുത്തി വെക്കുക നിങ്ങളുടെ ചാർട്ടിൽ. അപ്പോൾ ഇത്തരത്തിലാണ് നാളത്തേക്കുള്ള എൻ്റെ 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാനുകൾ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ചാനൽ ഗുണകരമായി തോന്നുന്നു എങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. പുതുതായി വരുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചാനലിൽ അംഗമാകാവുന്നതാണ്. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.